ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കിയാണ്. അതായത് ശ്രുതിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയണ്ടേ. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ആദ്യമോൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ്. അപ്പോൾ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ശ്രുതിയൊക്കെ കണ്ടപ്പോൾ വിളിക്കുകയാണ്. ആൻറ്റി എന്ന് വിളിച്ചിട്ടാണ് അവൻ ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയെയാണ് ആൻറ്റി എന്ന് വിളിച്ചിട്ട് അവൻ ഇറങ്ങുന്നത്. അപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത്. അപ്പോൾ അതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും പരസ്പരം നോക്കുകയാണ്. അതായത് സുധിയും അമ്മയും അച്ചമ്മയും സച്ചിയും രേവതിയും ഒക്കെ അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കുകയാണ് പരസ്പരം. എന്താണ് അവൻ ശ്രുതിയെ വിളിച്ചതെന്ന് ഉള്ള ആവേശത്തോട് കൂടിയിട്ട്. അപ്പോൾ ഇവ ഫസ്റ്റ് തന്നെ ഇറങ്ങി വന്നപ്പോൾ തന്നെ ശ്രുതിയുടെ അടുത്താണ് പോയത്. ശ്രുതിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, ആൻറ്റി എപ്പോൾ വന്നു എന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പോൾ തന്നെ ശ്രുതിയും ഒന്ന് വല്ലാതെയായി. ആദ്യം ചോദിക്കുകയാണ്, ആൻറ്റി എന്താ ഒന്നും മിണ്ടാത്തേ? ആൻറ്റി ഷോക്കടിച്ച പോലെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ശ്രുതി പറയാണ്, ശ്രുതി ഏതാണ് ഈ കുട്ടി? ശ്രുതി എനിക്കറിയില്ല. അപ്പം തന്നെ ആ മോൻ പകച്ചുപോയി. ചന്ദ്ര അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് കുട്ടിയോട്, നിനക്ക് ഇവളെ അറിയോ? അപ്പോൾ കുട്ടി പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അവിടെ ആ കുട്ടിയുടെ അമ്മൂമ്മ വന്നു. എന്നിട്ട് വിളിക്കുകയാണ്, ഏയ് ഇവനിക്കെങ്ങനെ അറിയാനാ ഇവളെ? എനിക്ക് പോലും അറിയില്ല. പിന്നെയല്ലേ ഇവനിങ്ങനെയാ, പരിചയമൊന്നും വേണ്ട ആരെയും. എല്ലാവരോടും പരിചയമുള്ളതുപോലെ പെരുമാറും. എല്ലാവരെയും ആൻറ്റി എന്ന് വിളിച്ചിട്ട്. രേവതിയെ തന്നെ കണ്ടില്ലേ, ആൻറ്റി എന്ന് വിളിച്ചിട്ട് എത്ര വേഗം അടുത്താണ്. വഴിയെ പോകുന്നവരോട് പോലും ചോദിക്കും, ആൻറ്റി എവിടെ പോകുന്നു എന്ന്. അപ്പോൾ ശ്രുതിക്ക് സമാധാനമായി. അവൻ തിരുത്തി കൊടുക്കുകയാണ്, അമ്മുമ്മേ കല്യാണി ആൻറ്റി. അപ്പോൾ അമ്മമ്മ പറയുന്നു, കല്യാണി ആൻറ്റി? ആ കല്യാണി ആൻറ്റി നമ്മളെ നാട്ടിലല്ലേ മോനെ? ഇത് വേറൊരു ആൻറ്റിയാ. കല്യാണി ആൻറ്റിയെ പോലെ തന്നെ ഉണ്ട് അല്ലേ? പിന്നെ അമ്മൂമ്മയ്ക്ക് അവിടെ നിൽക്കണമെന്നേ ഇല്ല. അവർ പറയാണ്, മോനെ അമ്മൂമ്മ വേഗം എടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോകാം. സച്ചി അവിടെ വന്ന് അവൻ്റെ അടുത്ത് വന്നിട്ട് അവനെ പൊക്കിയെടുത്തിട്ട് പറയാണ്, എടാ നീ വല്ലതും കഴിച്ചോടാ? കഴിച്ചു. എന്നിട്ട് അവൻ പറയാണ്, ഇവിടെ എന്താ പരിപാടി? മകളുടെ ആൻറ്റിയുടെ കല്യാണമായിരുന്നോ? ആടാ, ഒരിക്കൽ കെട്ടിയത് പോരാത്രേ, അതാ രണ്ടാമതും പിന്നെയും പിടിച്ച് കെട്ടിച്ച്. അത് കേട്ടപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുകയാണ്, അച്ചമ്മയൊക്കെ. അപ്പോൾ എന്നാലും നമ്മുടെ ശ്രുതിയുടെ മനസ്സിലൊരു വല്ലാത്ത വിഷമമുണ്ട്. മോനും ചിരിച്ചില്ല. എന്നിട്ട് സച്ചി പറയാണ്, എടാ എല്ലാവരും ചിരിച്ചല്ലോ, നീ എന്താ ചിരിക്കാത്തെ? നീ ചിരിക്കില്ല അല്ലേ എന്ന് പറഞ്ഞവനെ ഇക്കിളിയാക്കി ചിരിപ്പിക്കുകയാണ്. നിന്നെ ഞാൻ ചിരിപ്പിച്ചിട്ടേ ഉള്ളൂടാ ബാക്കി കാര്യം. എടാ ചിരിക്കടാ എന്ന് പറഞ്ഞവനെ നന്നായി ചിരിപ്പിക്കുകയാണ്. ആദ്യമനെ പോകാം. അപ്പോൾ സച്ചി പറയാണ്, അല്ല ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ പോയാൽ പോരെ? പോകണം മോനെ, പോയിട്ട് അത്യാവശ്യമുണ്ട്. പോയിട്ട് പിന്നൊരു ദിവസം വരാം മോനെ. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ. എന്നാൽ പോട്ടെ രേവതി. ആദ്യം എല്ലാവരോടും പേരെടുത്ത് ചോദിച്ചു. ബായ് അങ്കിൾ, ബായ് ഏട്ടാ എന്നൊക്കെ എല്ലാവരെയും വിളിച്ചിട്ട്, ബായ് ആൻറ്റി എന്നൊക്കെ എല്ലാവരോടും വിളിച്ച് ടാറ്റ പറയാണ്. ശ്രുതിയോട് മാത്രം ബായ് എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങുകയാണ്. ശ്രുതിക്ക് വല്ലാത്തൊരു വിഷമമായി. അവൾ പ്രതീക്ഷിക്കാതെയാണല്ലോ അവനെ കണ്ടത്. ആ ഒരു വിഷമം അവളുടെ മുഖത്തുണ്ട്. അമ്മൂമ്മയും മകനും പോവുകയാണ്. ബാ മോനെ എന്ന് പറഞ്ഞിട്ട്. അവൻ പോകുന്ന വഴിയിൽ അങ്ങെത്തുന്നത് വരെ ശ്രുതിയെ തിരിഞ്ഞ് നോക്കുകയാണ്. ശ്രുതിയും പിറകുവശത്ത് വന്നിട്ട് നോക്കുകയാണ് അവർ പോകുന്നത് തന്നെ. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചന്ദ്ര വന്നിട്ട് പറയാണ്, കണ്ടില്ലേ ശ്രുതി, വഴിയെ പോകുന്നവരെയൊക്കെ അവൾ വിളിച്ചു വരുത്തും. അവൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവരെയൊക്കെ വിളിക്കാൻ? ആ കുട്ടിയെ കണ്ടാൽ തെരുവിൽ വളരുന്ന പിള്ളേരെ പോലെയുണ്ട്. സ്കൂളിലൊന്നും പോകത്തന്നില്ലെന്ന് തോന്നും. ശ്രുതി പറയാണ്, ഒരു മാനേഴ്സും ഇല്ല ആ കുട്ടിക്ക്. അപ്പോൾ ചന്ദ്ര പറയാണ്, ഉണ്ടായിരുന്നെങ്കിൽ ശ്രുതിയെ കയറി ആൻറ്റി എന്ന് വിളിക്കുമോ? എല്ലാവരെയും അങ്ങനെ വിളിച്ച് അവരുടെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി അവൻ്റെ അമ്മൂമ്മ പഠിപ്പിച്ചതായിരിക്കും, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. മോളൊന്നും വിചാരിക്കരുത്. അതെ ആൻറ്റി, ഞാൻ ഇറങ്ങാം. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. വേണ്ട ആൻറ്റി, എനിക്ക് വേഗം പോകണം, പാർലറിൽ എത്തണം. നല്ല തിരക്കാ ആൻറ്റി അവിടെ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ? എന്നാൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാൽ മോൾ ഇറങ്ങിക്കോ. ബായ് ആൻറ്റി, ബായ് ശ്രുതി. അവൾ വീണ്ടും ബായ് ആൻറ്റി. ശരി മോളെ. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോയി. അപ്പോൾ പിന്നെ അവരുടെ പ്രാർത്ഥനയും തൊഴലും ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം സച്ചി ചോദിക്കുകയാണ് അച്ചമ്മയോട്, എല്ലാം കഴിഞ്ഞ് തീർന്നു അച്ചമ്മേ? ഇനി എന്തൊക്കെ കഴിയാൻ ഇരിക്കുന്നു? ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അതിനുശേഷം എന്തൊക്കെ ചടങ്ങ് പിന്നെയും ബാക്കി കിടക്കുന്നു അല്ലേ ലക്ഷ്മി? വീണ്ടും ചടങ്ങോ? വീണ്ടും താലി കെട്ടാനോ? ഇത് തന്നെയാണോ ജോലി? സച്ചി ചോദിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നു, താലികെട്ടൽ ചടങ്ങല്ല, അത് കഴിഞ്ഞു. ഇനി രേവതി മോള് ഗർഭിണിയാവും, കുഞ്ഞിനെ പ്രസവിക്കും.
അതിനൊക്കെ ചടങ്ങ് വേണ്ടേ? അടുത്ത വർഷം ഇതേ സമയം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നേക്കണം അച്ചമ്മ. ഇല്ലെങ്കിൽ നിന്റെ മുട്ടുകാൽ ഞാൻ തല്ലിയൊടിക്കും. ഇതൊക്കെ ചന്ദ്ര ദൂരത്ത് നിന്ന് കേൾക്കുകയാണ്. ചെല്ല്, ചെന്ന് എല്ലാവരും ചെന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ അച്ഛൻ, വാ മക്കളെ വാ, എല്ലാവരും വാ. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അച്ചമ്മ പ്രത്യേക ഒരു പ്രാർത്ഥന, ഈശ്വര ഞങ്ങളെ പ്രാർത്ഥനയെല്ലാം ദൈവം കേൾക്കുന്നുണ്ടോ അല്ലേ? വഴിയിൽ വെച്ച് ആദിക്കുട്ടൻ ചോദിക്കുകയാണ് അമ്മൂമ്മയോട്, ആൻറ്റി എന്നെ കണ്ടിട്ട് അറിയില്ലെന്ന് പറഞ്ഞു അമ്മൂമ്മേ. അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞേ? മോനോട് പിണക്കാ? ഏയ് അങ്ങനൊന്നുമില്ല മോനെ. അപ്പോഴേക്കും സ്പീഡിൽ നടന്നുകൊണ്ട് ശ്രുതി അവരുടെ അടുത്ത് തന്നെ എത്തി. അപ്പോൾ കുട്ടി കണ്ടിട്ട് വിളിക്കുകയാണ്, ആൻറ്റി. അവരുടെ അടുത്തെത്തി. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ആൻറ്റി എന്താ എന്നോട് മിണ്ടാതിരുന്നത്? എന്നെ അറിയില്ലെന്ന് പറഞ്ഞത്? എന്നെ അറിയില്ലേ ആൻറ്റിക്ക്? ഞാൻ ആൻറ്റി എന്ന് വിളിച്ചപ്പോൾ ആൻറ്റി എന്താ അറിയില്ലെന്ന് പറഞ്ഞതും എന്നെ നോക്കാഞ്ഞതും? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്താ അറിയാത്ത പോലെ നിന്നേന്ന്. അവൾ കുനിഞ്ഞുകൊണ്ട് താടിയിൽ പിടിച്ചിട്ട് പറയാണ്, സോറി മോനെ, ഞാനപ്പോൾ തിരക്കിലായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നേ. രേവതി ആൻറ്റിയുടെ വീട്ടിൽ ആൻറ്റി എന്തിനാ വന്നേ? അവിടെ ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെ കാണാൻ വന്നതാ. അവൾ ബാഗ് തുറന്ന് കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് അവന് കൊടുത്തിട്ട് പറയും, ഇതാ മോന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. ഹായ് ചോക്ലേറ്റ്. അപ്പോൾ അമ്മമ്മ പറയാണ്, കല്യാണി നിനക്ക് ജോലി കാണില്ലേ, നീ ചെല്ല്. അപ്പോൾ ഇതൊക്കെ വേറൊരാൾ ശ്രദ്ധിക്കുന്നുണ്ട് വണ്ടിയുടെ അടുത്ത് നിന്നിട്ട്. ഞങ്ങൾ അടുത്ത ബസ്സിന് പോയിക്കോളാം. അത് ഞാൻ നിങ്ങളെ ബസ് കയറ്റി വിട്ടിട്ട് പോകാം. ആ കുടുംബത്തിലെ എല്ലാവരും നല്ലവരാ. അമ്മ പറഞ്ഞത് ശരിയാ, അവിടുത്തെ എല്ലാവരും നല്ലവരാ. അപ്പോൾ അമ്മ, എനിക്ക് സന്തോഷമായി മോളെ, ഇത്രയും നല്ലൊരു കുടുംബത്തിലാണല്ലോ നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത്. അവൾ അമ്മയോട് ചോദിക്കുകയാണ്, രേവതിയും സച്ചിയും വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫോട്ടോ വല്ലതും കണ്ടിരുന്നോ? ഇല്ല, അവിടെ അതിന് നിൻ്റെ ഫോട്ടോ ഒന്നും തൂക്കിയിട്ടിട്ടില്ലല്ലോ. ശ്രുതിക്കും വീട്ടുകാർക്കും എൻ്റെ പാസ്റ്റൊന്നും അറിയില്ല, ഇനി അറിയാനും പാടില്ല. അതുകൊണ്ട് നിങ്ങളെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലും കാണരുത്. രേവതിയുമായോ ആ കുടുംബവുമായോ നിങ്ങൾ സംസാരിക്കരുത്. അപ്പം അമ്മ, എത്ര നാളെന്ന് വെച്ചാൽ നമ്മളെ അങ്ങനെ നിൽക്കുക? ആ കുടുംബത്തോട് ഇങ്ങനെ കള്ളം പറഞ്ഞ് മുന്നോട്ട് പോയാൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. എത്ര നാളിങ്ങനെ കള്ളം പറയും? എല്ലാ സത്യവും അവരോട് തുറന്ന് പറയുന്നതാണ് മോളെ നല്ലത്. അമ്മ ചെന്ന് സത്യം പറയും, ഞാൻ അമ്മയുടെ കൂടെ വീട്ടിൽ വരാം. അടുക്കളപ്പണിയോ വയലപ്പണിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ കൂടെ അവിടെ കഴിയാം. മതിയോ? നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ പേടിച്ച് പേടിച്ച് എങ്ങനെ സന്തോഷത്തോടെ കഴിയും നീ? ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. ഇതൊക്കെ അവർ കേട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ പറയുന്നത് വരെ ഈ നാട്ടിലേക്ക് വരരുത്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വന്ന് കണ്ടോളാം. അപ്പോൾ അമ്മ പറയാണ്, നീ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമേ നീ ചിന്തിക്കുന്നുള്ളൂ, ആദ്യയെക്കുറിച്ച് നീ ചിന്തിക്കുന്നേയില്ല. അപ്പോൾ അവൾ മിഠായി കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അമ്മ പറയാണ്, ഇപ്പം തന്നെ നീ ആദ്യം അറിയില്ലെന്ന് ഒരിടത്ത് പറഞ്ഞു. നാളെ ഞാനില്ലാതായാൽ അവൻ എന്ത് ചെയ്യും കല്യാണി? അവനെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ജീവിതം തേടി പോകുമെന്ന് അമ്മ കരുതിയോ? ആ പേടി അമ്മയ്ക്ക് വേണ്ട, അവനെ ഞാൻ നോക്കിക്കോളും. മറ്റൊന്നിനെക്കുറിച്ചും അമ്മ ചിന്തിക്കണ്ട. രേവതിയെയും കുടുംബത്തെയും അമ്മ കാണരുത്, സംസാരിക്കരുത്. ഈ ഉപകാരം മാത്രം ചെയ്തു തന്നാൽ മതി. അപ്പോൾ മോൻ വന്നിട്ട് പറയാണ്, രേവതി ആൻറ്റി നല്ല ആൻറ്റിയാ, എനിക്ക് ആ ആൻറ്റിയെ വലിയ ഇഷ്ടമാണ്. എന്തിനാ അവരെ കാണാൻ പാടില്ല എന്ന് പറയുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മറ്റുള്ളവരോടൊന്നും സംസാരിക്കരുത് എന്ന്. അവർ നിന്നെ തൂക്കിക്കൊണ്ട് പോകും. ഏയ്, രേവതി ആൻറ്റി നല്ല ആൻറ്റിയാ. നാട്ടിൽ വന്നാൽ എൻ്റെ കൂടെ കളിക്കും. ആൻറ്റി എന്നോട് കളിക്കലില്ലല്ലോ. ശരി, അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ ഞാനും മോൻ്റെ കൂടെ കളിക്കാം. ആൻറ്റി പറയും, പക്ഷേ വരില്ല. ഞാൻ ഉറപ്പായിട്ടും വരും. ആൻറ്റി പറഞ്ഞത് അനുസരിക്കണം. മോനെ ഇനി അവരോട് മിണ്ടരുത് കേട്ടോ. കല്യാണി ചെല്ല്, നിനക്ക് ജോലി കാണില്ലേ, ഞങ്ങൾ പൊയ്ക്കോളാം. വേണ്ട, ഞാൻ നിങ്ങളെ ബസ് കയറ്റി വിട്ടിട്ട് പൊയ്ക്കോളാം. പേടിക്കേണ്ട കല്യാണി, ഇനി ഞങ്ങൾ രേവതിയുടെ വീട്ടിലേക്ക് പോവില്ല. നീ ചെല്ല്. ശരി. അപ്പോൾ അവൾ കുനിഞ്ഞെന്ന് പറയാണ്, ആദ്യമോ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആൻറ്റി വിളിക്കാം നിന്നെ. ശരി, ബായ്. അപ്പോൾ ഈ കേട്ട് നിന്നാൾ എല്ലാം മനസ്സിലാക്കിയിട്ട് പറയാണ്, അവൾ ശ്രുതിയല്ല, അവൾ കല്യാണിയാണ്. അവൾ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. ആ പയ്യൻ്റെ കാര്യത്തിലും സംശയമുണ്ട്. അയാൾ അവിടെ നിന്ന് മെല്ലെ ഓടി വന്നിട്ട് ആ ബസ്സിൽ, അവർ കയറിയ ബസ്സിൽ തന്നെ കയറി, ആൾ കയറാണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മോൻ വണ്ടിയിൽ കയറിയിട്ട് പറയാണ്, അമ്മൂമ്മേ വാ. അവൻ ബസ് കയറിയിട്ട് ഇവരുടെ അടുത്ത് തന്നെ ഇരുന്ന് അമ്മൂമ്മയുടെയും മോൻ്റെയും അടുത്ത്. അപ്പോൾ കുട്ടി പറയാണ്, അമ്മൂമ്മേ ദേ എന്ന് പറഞ്ഞിട്ട് ബസ്സിൽ നിന്ന് കൈ പുറത്തിട്ടിട്ട് പറയാണ്. അപ്പോൾ അമ്മൂമ്മ പറയാണ്, ബസ്സിൽ നിന്ന് കൈ പുറത്തിടരുത് മോനെ, കൈ ഇങ്ങോട്ട് വെക്ക്.
എവിടെ ഇറങ്ങണ്ടേ? കുമാരപുരം. ചില്ലറയില്ല 30. അവനും അത് കേട്ട് ടിക്കറ്റ് എടുത്തു, കുമാരപുരം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അമ്മയുടെ ഫോൺ ശബ്ദിച്ചു. അപ്പോൾ കല്യാണിയായിരുന്നു. എന്നിട്ട് ഫോൺ എടുത്തിട്ട് പറയാണ്, ബസ് കിട്ടിയോ അമ്മേ? കിട്ടി. ഞങ്ങളിപ്പോൾ ബസ്സിലാണ് ഉള്ളത്. അപ്പോൾ അവൾ ചോദിക്കുന്നു, ആദ്യം എന്തെടുക്കുക? അവൻ ഉറങ്ങിയോ? ഇല്ല, അവൻ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതോർത്ത് അമ്മ വിഷമിക്കണ്ട. ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ നാട്ടിൽ വരും. അമ്മയും ആദ്യയും കാണാൻ. കുഴപ്പമില്ല മോളെ, നീ ധൈര്യമായിട്ടിരിക്ക്. നീ വിളിക്കാതെ ഞാനും ആദ്യം ഇനി അങ്ങോട്ട് വരില്ല, പോരെ? ഞാനിപ്പോഴും പറയാം നിന്നോട്, അധിക നാളിത് മറച്ചു വെക്കാൻ കഴിയില്ല. പെട്ടെന്ന് തന്നെ ചെറുക്കനോടും വീട്ടുകാരോടും പറഞ്ഞേക്ക്. എന്ത് വേണമെന്ന് എനിക്കറിയാം. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അമ്മ പറഞ്ഞു, അമ്മുമ്മേ ദേ നോക്ക് എന്ന് പറഞ്ഞ് അവൻ പുറത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. അപ്പം അവൻ അപ്പുറത്തിരുന്നിട്ട് ചിന്തിക്കുകയാണ്, ശ്രുതി എന്തോ മറച്ചു വെക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അതിനാണ് ഈ യാത്ര. പിന്നെ കാണിക്കുന്നത് അച്ചമ്മയാണ്. അച്ചമ്മ പറയുന്നു, ഭക്ഷണമൊക്കെ എല്ലാവർക്കും തികഞ്ഞു അല്ലേ? പിന്നെ തികയാതെ? അധികമായി അമ്മേ, അധികമാണ്. എടാ, ആ ശ്രുതി പോകുമ്പോൾ നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല, എന്നോടും പറഞ്ഞിരുന്നില്ല. എന്താ അവൾ ഇത്ര പെട്ടെന്ന് പോയത്? അറിയില്ല അമ്മേ. ഭക്ഷണം കഴിക്കാനും നിന്നില്ല എന്ന് തോന്നുന്നു. ഭക്ഷണവും കഴിച്ചില്ല. എന്ത് പറ്റി അവൾക്ക്? ആർക്കറിയാം അമ്മേ. അപ്പം അമ്മ, വന്ന് കയറിയപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷമൊന്നും പിന്നീട് അവളുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. എന്തോ പ്രശ്നമുള്ളതുപോലെയായിരുന്നു. നീ ശ്രദ്ധിച്ചോ? അച്ചമ്മ വീണ്ടും പറയാണ്, എന്തോ എനിക്ക് അവളുടെ കാര്യത്തിലൊരു തൃപ്തി തോന്നുന്നില്ല. ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കണേ രവി. എന്തിനമ്മേ? അമ്മയും മകനും അന്വേഷിച്ച് തൃപ്തിപ്പെട്ട് സ്വീകരിച്ചതല്ലേ, ഇനി അതങ്ങ് നടത്തിയേക്കാം. അച്ഛൻ പറയാണ്, ഇനിയിപ്പോൾ നമ്മളായിട്ട് അന്വേഷിക്കാനൊന്നും പോകണ്ട അമ്മേ. ശ്രുതിയുടെ കാര്യത്തിൽ എന്തായാലും ചന്ദ്ര മോശം വരത്തില്ലല്ലോ. അവർ തീരുമാനിച്ചതുപോലെ തന്നെ അങ്ങ് നടക്കട്ടെ. കാഴ്ചയ്ക്ക് കുഴപ്പമില്ല, കാണാനും നല്ല തന്നെ. പിന്നെ നമ്മളെ രേവതിയോളം വരില്ലെങ്കിലും കൊള്ളാം. ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തന്നെ സമ്മതം മൂടിയതാണോ അവൾ? അതൊന്നും എനിക്കറിയില്ല അമ്മേ. ഏതായാലും നമ്മളിനി ചെയ്യാനൊന്നും പോകണ്ട. കല്യാണം തീരുമാനിച്ച രീതിയിൽ തന്നെ നടക്കട്ടെ. പിന്നെ ഇതാ കുമാരപുരം കുമാരപുരം എന്ന് ബസ്സിൽ നിന്ന് കണ്ടക്ടർ പറയാണ്, നിങ്ങൾക്കിവിടെ ഇറങ്ങേണ്ടതല്ലേ? അങ്ങനെ അവർ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. മോനെ അതിമോനെ, നമ്മളെ സ്ഥലത്തെത്തി, എണീക്ക് മോനെ എണീക്ക്. അവൻ ഉറങ്ങിപ്പോയിരുന്നു. എണീക്ക് എന്ന് പറഞ്ഞ് അവനെ എണീപ്പിച്ച് ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ മറ്റേയാൾ ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പോൾ കണ്ടക്ടർ പോയിട്ട് പറയുകയാണ്, നിങ്ങൾ ഉറങ്ങുകയാണോ? എന്താ കുമാരപുരം എത്തിയെന്ന് പറയുകയാണ് അയാളോട്. അവനും പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി ചാടി എണീറ്റു. അവനും ബസ്സിൽ നിന്നും ഇറങ്ങി അവരുടെ പിന്നാലെ നടക്കുകയാണ്. അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നാലെ നടക്കുകയാണ് അവരുടെ കൂടെ തന്നെ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം അടുത്ത ഭാഗവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.